ഹായ് ഫ്രണ്ട്സ്, I'm Dakshajan. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പൊ 2 മണിയായി. ഈ ദുബായില് നല്ല കടുത്ത മഴ പെയ്യാണ്. രാവിലെ സമയം കിട്ടിയില്ല, അതുകൊണ്ട് രാത്രി വന്ന് കാണാമെന്ന് വിചാരിച്ചതാ. വാ. ഞങ്ങള് ഷാർജയിലാണ് താമസം. എന്നാലും ഇവിടെയും സ്ഥിതി ഒട്ടും മോശമല്ല. നല്ല അടിപൊളി മഴയാ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ അവസ്ഥ. ഏകദേശം ഒരു അരമണിക്കൂർ തുടർച്ചയായിട്ട് മഴ പെയ്തപ്പോൾ ഉള്ള വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. 2 ദിവസമായിട്ട് ഇവിടെ കാലവർഷ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. മഴ പെയ്യും എന്നുള്ളത് അവർ കൃത്യമായിട്ട് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ സമയത്തിനനുസരിച്ച് കൃത്യമായിട്ട് ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ഷോപ്പിലൊക്കെ അകത്ത് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിട്ട് പുറത്തൊരു ബോർഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. 2 വർഷം മുന്നേ ഈ ഷോപ്പിന്റെ അകത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് ഫുൾ വെള്ളമായി. ഒരു ഓഷ്യൻ റിവർ പോലെയാ. വേവ്സ് പോലെ വണ്ടി പോകുമ്പോ വരും വെള്ളം. വലിയ മഴ വരുമ്പം ഈ പാവങ്ങളുടെ കാര്യമാണ് വലിയ കഷ്ടം. സമയത്തിന് ഡെലിവറി എത്തിക്കണ്ടേ കസ്റ്റമർക്ക്. ഇത് ഷാർജയിലെ ബലദിയയുടെ വെഹിക്കിളാണ്. എത്ര മഴ ഉണ്ടെങ്കിലും അവരവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഓരോ വീടുകളുടെയും അല്ലെങ്കിൽ ഫ്ലാറ്റുകളുടെയും മുന്നിൽ മാറ്റി വെച്ചിട്ടുള്ള വേസ്റ്റിൻ്റെ ബാസ്ക്കറ്റ് അവർക്കെടുത്ത് കൃത്യമായ രീതിയിൽ അത് സംസ്കരിക്കണം. ഇത് അൽമച്ചാസ് പാർക്കിൻ്റെ തൊട്ട പിന്നിലൊരു പള്ളി ഉണ്ടല്ലോ, ആ പള്ളീൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. പക്ഷെ ഫുള്ള് ഇപ്പോൾ തന്നെ ഒരൊറ്റ മഴ ചെയ്തപ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ ഈ രീതിയിലാണ്. ഇവിടെയുള്ള ആളുകൾക്ക് ഇത് ശരിക്കും നമ്മൾ ഇത് ഈ ഒരു മഴ എൻജോയ് ചെയ്യുക അല്ലേ. പകല് സമയം കിട്ടിയില്ല ഡ്യൂട്ടി ബാഗ് കൊണ്ട്. അപ്പോൾ നോക്കി കാറൊക്കെ പോകുന്ന സമയത്തുണ്ടാവും ഫുള്ള് വെള്ളം കയറുന്നുണ്ട്. പക്ഷെ എന്ത് ടൈപ്പ് വെള്ളമായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചീത്ത അഴുക്ക് വെള്ളമായിരിക്കും, ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ചെറിയ ഒഴുക്ക് പോലെ ഉണ്ട്. ഉണ്ടോ? ഉണ്ടാവും. വേവ്സ് അല്ല അത് ശരിക്കും ഈ വണ്ടി ഓഷ്യൻ വേവ്സ് ഒന്നും അല്ല അത്. ഇത് ശരിക്കും വണ്ടിയൊക്കെ പോകുന്ന സമയത്ത് അതിന്റെ അങ്ങനെ വരുന്നൊരു വേവ്സാണ് അല്ലേ. നോക്കി കാറിന്റെ ഒക്കെ അവസ്ഥ. ഇതാണ് സിഗ്നലില്. ആ സിഗ്നലിലൊക്കെ അവിടെ വലിയൊരു മോട്ടർ കണ്ടോ. പക്ഷെ അത് ഇവിടുത്തെ വെള്ളം വലിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കി വെച്ച മോട്ടറായിരുന്നു. UAE ഈ ഒരു കാലവർഷ മുന്നറിയിപ്പ് വന്നതിന് ശേഷം എല്ലാ സ്ഥലങ്ങളും വെൽ പ്ലാൻഡ് ആയിരുന്നു. വെള്ളം കെട്ടി നിൽക്കുന്നു തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ പ്രത്യേകം മോട്ടറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് വെള്ളം അടിച്ചൊഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡ്രൈനേജ് സിസ്റ്റംസ് എല്ലാം അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദക്ഷിൺ, കം ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് ആ സിഗ്നലിലോട്ടൊന്ന് പോയി നോക്കാം. ദക്ഷിണ ആദ്യമായിട്ടാണ് UAE മഴ കാണുന്നത്. അവനൊരു ഷോക്കായിട്ട് നിൽക്കുക വെള്ളം കണ്ടിട്ട്. മഴ കണ്ടിട്ടുണ്ടോ? നോക്ക് നമ്മളെ നോക്ക് അങ്ങനെ വെച്ചിട്ട് ഹായ് പറ. ഹായ്. പോവാം. ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും ഇത് മൊത്തം ഈ കഴിഞ്ഞ മഴയ്ക്ക് അതായത് 2 വർഷം മുന്നുള്ള മഴയ്ക്ക് മൊത്തം ഈ ഏരിയയിൽ മൊത്തം വെള്ളമായിരുന്നു. ഇവിടെയൊക്കെ ആളുകൾക്കൊന്നും തീരെ കയറാൻ പറ്റുന്ന അവസ്ഥ. സോ കംപ്ലീറ്റ് അതുകൊണ്ടോ പിന്നെ ആ ഒരു ടാങ്ക് അതൊരു മോട്ടറാണ്. ആ മോട്ടർ വെച്ചിട്ടാണ് വെള്ളം വറ്റിച്ചെടുക്കുന്നത്. അതായത് ഇവിടെ കൂടുതൽ വരുന്ന വെള്ളമൊക്കെ അടിച്ചിട്ട് അവിടുത്തെ കോർണേഷൻ്റെ അകത്തേക്കല്ല വെള്ളം വറ്റിച്ചെടുക്കുക. ഇത് പള്ളിയുടെ അടിയിൽ കാർ പാർക്കിങ്ങിനുള്ള സ്ഥലമാണിത്. കഴിഞ്ഞ 9 വർഷത്തെ മഴയിൽ ശരിക്കും പാർക്കിങ്ങിൻ്റെ അടിയിലേക്ക് മൊത്തം വെള്ളം പോയിട്ട് ഒരുപാട് കാറുകൾക്കൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഒരു ചെറിയൊരു പ്രിപ്പറേഷനായിട്ട് അവർ ഇതിൻ്റെ അകത്ത് ചാക്കിൽ മണൽ കെട്ടിയിട്ട്
അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി കൂടുതൽ വെള്ളം അതിൻ്റെ അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. സിഗ്നലൊക്കെ നല്ലോണം വെള്ളം വരും. ഇതിനൊക്കെ കൂടുതൽ ഇപ്പൊ തുടങ്ങിപ്പോലും മഴ. അപ്പൊ മഴ ഇതൊരു ഒരു ചെറിയ മഴയുടെ റെസ്റ്റാണ് കണ്ടത്. കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് ഇതിലൊക്കെ ഒരുപാട് വെള്ളം വരും. സിഗ്നലിന്റെ അവിടെ ഒക്കെ വെള്ളം കയറി. ഏത് സിഗ്നലിന്റെ? സിഗ്നലിന്റെ മൊത്തം വെള്ളം. ഇതൊരു സിഗ്നലാ, അൽമദാസ് പാർക്കിലോട്ട് പോകുന്ന സിഗ്നലാ. കണ്ട് ബൈക്കൊക്കെ പോകുന്നൊക്കെ പെട്ടെന്ന് ഓഫായി പോകും. UAE എല്ലാ എമിറേറ്റ്സുകളിലും 2 ദിവസം മുന്നേ തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പല കമ്പനികളും അവരുടെ സ്റ്റാഫുകൾക്ക് വർക്ക് അറ്റ് ഹോം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മഴ കാരണം ഉണ്ടാകുന്ന ട്രാഫിക് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഏകദേശം വെള്ളം കൂടുതൽ പൊന്തിയില്ലേ? വഴിയിലേക്ക് മൊത്തം വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പൊ. വേണ്ടോ ബിൽഡിങ്ങിന്റെ അടിയിൽ നിന്ന് അതിന്റെ ഡ്രൈനേജിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നതാണ്. എങ്ങനെ പുറത്തേക്ക് വരുന്നത് ആർക്കറിയാം. പൈപ്പ് പൊട്ടിയതൊന്നും അല്ല, ഡ്രൈനേജിൽ നിന്ന് പുറത്തേക്ക് പുഷ് ചെയ്യുന്നതാണ് വെള്ളം. ചിലപ്പോൾ ഡ്രൈനേജിൽ നിന്നായിരിക്കില്ല, മുകളിൽ ടെറസിന്റെ മുകളിൽ വരുന്ന വെള്ളം മറ്റേതോ വഴിയിലൂടെ പുറത്ത് വരുന്നതായിരിക്കും. എന്തായാലും ഇവിടെ മെയിൻ റോഡിലേക്ക് വന്നാലും അവസ്ഥ ഒട്ടും മോശമല്ല. ഇവിടെ അതേപോലെ തന്നെയാണ് വെള്ളം. രക്ഷാ അങ്ങനെ വെള്ളം നല്ല രസമുണ്ട് അല്ലേ? പോയി കുളിക്കണം നല്ലോണം, ഡെറ്റോളൊക്കെ ഒഴിച്ചിട്ടേ. ഇത് വേറെ നോക്കിയില്ല. ഇത് എവിടെ സ്ഥലം കല്ലോ? കിങ് ഫൈസൽ, ഷാർജ കിങ് ഫൈസൽ സ്ട്രീറ്റില് അവിടുത്തെ അവസ്ഥയാണ് ഇപ്പോൾ. മെയിൻ റോഡാണ്, പക്ഷെ മെയിൻ റോഡിൽ നല്ലോണം വെള്ളമുണ്ട്. ഓ യാ ഫ്ലൈ ഓവർ ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിന്റെ മുന്നിൽ ഡ്രീംലാൻഡ് സെന്റർ ഇല്ലേ, പുതിയ ഡ്രീംലാൻഡ് സെന്റർ, അതിന്റെ തൊട്ടടുത്തുള്ള പാർക്കിങ്ങിന്റെ അവസ്ഥയാണ്. പാർക്കിങ്ങും മെയിൻ റോഡിലെ അവസ്ഥയാണ്. ഒക്കെ വെള്ളം. കൂടി കുറഞ്ഞാൽ മതിയായിരുന്നു. മഴ കുറഞ്ഞാൽ പിന്നെ അത്ര പ്രശ്നം ഉണ്ടാവില്ല. മഴ തുടർച്ചയായിട്ട് പെയ്ത് കഴിഞ്ഞാൽ പിന്നെയും വെള്ളം പൊന്തും ഇവിടെയൊക്കെ. മഴ ചെയ്താൽ സ്കൂൾ ഉണ്ടാവില്ലല്ലേ? മഴ പെയ്താൽ സ്കൂൾ ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ വെക്കേഷൻ അല്ലേ? നെക്സ്റ്റ് മന്ത് ഓപ്പൺ ചെയ്യും. ഇവിടെ പറത്തിട്ട് വരുന്ന വണ്ടികളൊക്കെ അപ്പൊ എവിടെ എത്തുന്ന ഇനി മതി. ഇപ്പൊ 2 മണിയായി സമയം. ഉച്ചക്ക് 2 മണിയല്ലേ? നൈറ്റ് ഏർലി മോർണിംഗാ. ക്രോസ് ചെയ്യാ പോവാ. വണ്ടി വന്നാൽ വെള്ളം മേലേക്ക് തെറിക്കും. ഫൈസിൽ സഫീർ മാർക്കറ്റിന്റെ ഫ്രണ്ട് സൈഡാണ്. ഇവിടെയൊക്കെ ഇതാണ് അവസ്ഥ. ഫുള്ള് വെള്ളം കയറിയിട്ട് എന്താ പറയാ, ഷോപ്പ് കണ്ടോ? ഷോപ്പിന് മുന്നിലൊക്കെ അകത്ത് വെള്ളം കയറാക്കാനേ, അകത്ത് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി കണ്ട് മൊത്തം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. കയറില്ലെന്ന് വിചാരിക്കാം.
കിങ് ഫൈസൽ സ്ട്രീറ്റിലെ HSBC ബാങ്കിന്റെ തൊട്ട് മുൻപിലത്തെ റോഡിലാണ്. ഇവിടെയും നല്ലോണം വെള്ളമുണ്ട്. നാളെ രാവിലെ ആകുമ്പോഴേക്ക് ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് വാഹനങ്ങൾക്കെല്ലാം സുഖമായിട്ട് പോകാൻ പറ്റണമെന്ന് പ്രാർത്ഥിക്കാം. അതിനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ റെഡിയാണ്. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.